മണിക്കുട്ടിയും ദുണ്ടു എന്താ പാട്ടൊന്നും പാടാതെ ഇങ്ങനെ മസിലൊക്കെ പിടിച്ചിരിക്കുന്നത്? എന്റെ മക്കളെ ഞാൻ അത്ര ചീപ്പായല്ല വളർത്തിയിരിക്കുന്നത്. എന്താ ഇങ്ങനെ തലയിൽ വാർന്ന ചേർപ്പാണോ പിന്നോല്? മമ്മി നോക്ക്, മുത്തു മമ്മിയെ കളിയാക്കി ചിരിച്ചു. ഞാനോ? എപ്പോ? ഇല്ല, ഞാനൊന്നും ചിരിച്ചില്ല ചെറിയമ്മേ. മണിക്കുട്ടി ഇങ്ങനെ കള്ളം പറയല്ലേ കേട്ടോ. അതെ, ഓള് ചിരിച്ചിട്ടൊന്നുമില്ല. എന്തിനു വെറുതെ ഓളെ കുറ്റം പറയുന്നത്? ഞാൻ എന്റെ രണ്ട് കണ്ണുകൾ കൊണ്ട് കണ്ടതാ. ഞാനെന്തിനു കള്ളം പറയണം? ചെറിയമ്മേ, ഞാനെങ്ങനെ ചെയ്യുമെന്ന് ചെറിയമ്മക്ക് തോന്നുന്നുണ്ടോ? ഏയ്, നീ അങ്ങനെ ചെയ്യത്തേ ഇല്ല. അതിനേക്കാളും വലിയ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. സത്യമായിട്ടും ഞാനൊന്നും ചെയ്തില്ല ചെറിയമ്മേ. ആന്റി, ഞാനും കണ്ടു അവൾ ചിരിക്കുന്നത്. ദേ, മര്യാദക്ക് പാട്ടൊക്കെ പാടി രസിച്ചിരിക്കാതെ എന്റെ കാലൊന്ന് തടവി തന്നേ. ആ, അവൾ ടൂർ പോവുകയല്ലേ, ആസ്വദിച്ചിരുന്ന് പാട്ടൊക്കെ പാടി പോവാ അവള്. കൊച്ചമ്മ, പെട്ടെന്ന് വേണം, എന്റെ കാലൊക്കെ നന്നായി വേദനിക്കുന്നു. അങ്ങോട്ട് അമർത്തി തടവടി. നിന്റെ കയ്യിലേ വളയൊന്നും ഇല്ലല്ലോ ഊരി പോവാനായിട്ട്. പെട്ടെന്ന് തടവിക്കോ. അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ എല്ലാം കാലൊന്ന് തടവാൻ. നല്ല വേദനിക്കുന്നുണ്ട് ഞങ്ങളുടെയൊക്കെ കാല്. നിങ്ങളെ കൊച്ചിനെ ഇങ്ങനെ ഉപദ്രവിക്കാനാ ഭാവമെങ്കിൽ ഞാൻ ബാലപീഡനത്തിന് കേസ് കൊടുക്കും. അതിന് നിങ്ങൾ കേസ് കൊടുത്തിട്ട് എന്താ കാര്യം? ഇവള് ഞങ്ങളെ കുറിച്ച് പരാതി പറഞ്ഞിട്ട് വേണ്ടേ? ദേ, നിനക്ക് ഞങ്ങളെ കുറിച്ച് വല്ല പരാതിയും ഉണ്ടോ? ഇല്ല ചെറിയമ്മേ, എനിക്ക് ഒരു പരാതിയും ഇല്ല. കേട്ടല്ലോ, ഇനി നിങ്ങൾ എന്ത് പരാതി കൊടുക്കും? മണിക്കുട്ടി, നമുക്ക് ആ മുത്തിനിട്ട് നല്ലൊരു പണി കൊടുക്കാം. എങ്ങനെ? അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് അവളെ ബാത്റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം. എന്നിട്ട് അവളെ നമുക്ക് കുറച്ചു നേരം അവിടെ അങ്ങ് പൂട്ടിയിടാം. ഹായ്, അത് നടക്കുവോ? നടക്കൂന്നോ? തീർച്ചയായും നടക്കും. എന്നിട്ട് നമുക്ക് നമ്മളല്ല പൂട്ടിയിട്ട് വേറെ ആരെങ്കിലും ആണത് ചെയ്തതെന്ന് പറഞ്ഞു തീർക്കാം. വേറെ ആരുമല്ല, ആ പാറു തന്നെ. അവള് മതി. പാറുവോ സുൽഫിക്കറോ അങ്ങനെ ആരെയെങ്കിലും പെടുത്താം നമുക്ക്. എന്നാ സമയം കളയണ്ട, നമുക്ക് ഇപ്പൊ തന്നെ തുടങ്ങാം. ഞാൻ എപ്പോഴേ റെഡി. എന്ത് പറഞ്ഞു കൊണ്ടുപോകും അവളെ? നമുക്ക് കൂട്ടിനാണെന്നും പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോവാം. വാവ്, സൂപ്പർ. ഹലോ ഹലോ ഹലോ, അത് ശരി, നിന്റെ സീറ്റിൽ കേറി ഇരുന്നതും പോരാ, എന്നിട്ട് ഇന്റെ മേക്കിട്ട് കേറണോ? ഇത് കണ്ടിട്ട് ഒരു കാഞ്ഞ വിത്താന്നാ തോന്നുന്നത്. ഇവിടെ നിന്നിട്ടേ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു സീറ്റ് ഉണ്ടല്ലോ, അതിലിരിക്കാം. അത് ശരി, എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ അല്ലേ?
ചോടുവട്ടനത്തെ ഞാൻ പറഞ്ഞതൊന്നും അങ്ങോട്ട് കേൾക്കണില്ലേനാവോ മട്ടക്ക്. ഇന്റെ പഠിച്ചോനെ ഈ ടൂറ് കെട്ടുമ്പോ നാട്ടേരി നാട്ടി കെട്ടിട്ട് ചടക്കോ ഇമ്മാന്റെപ്പം കൂടിയാല്. ഇത് എന്ത് ജീവിയാണ്? മനുഷ്യജീവി തന്നെയല്ലേ? അന്റെ മത്തനെ പോലത്തെ കണ്ണുണ്ടല്ലോ, എന്നിട്ടേ ഞാൻ മനുഷ്യജീവിയാന്ന് ചോദിച്ചത്. അല്ല, ഞാനും മാതിരത്തെ ഒരു സാധനത്തിനെ കണ്ടിട്ടില്ലേ. ഇനിയിപ്പോ വല്ല അന്യഗ്രഹത്തുനിന്നും വന്ന വല്ല ജീവിയാണോ ഇത്? പോയിക്കോ തവളെ അവിടുന്ന്. അന്നെ കണ്ടാലാണ് അങ്ങനെ തോന്നുന്നത്, അല്ലാതെ ഇനിയൊന്നല്ല. അന്റെ ആ ഉണ്ടക്കണ്ണോണ്ടാ പുറത്തേക്ക് നോക്കിക്കുത്തിരുന്നൂടെ? എന്തിനാ എന്നിട്ട് തന്നെ നോക്കിക്കുത്തിരിക്കണത്? ഓ, നോക്കാൻ പറ്റിയൊരു മോന്തിയും. എന്ത് പറ്റിയതാ നിന്റെ കയ്യിന്? എന്തിനാ വർഷേ നീ ആ കൊച്ചിനെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തുന്നത്? ഇതിനൊക്കെ നിന്നെ ദൈവം വെറുതെ വിടത്തില്ല. അയ്യോ, ആ ദൈവത്തോട് എന്നെ ഒന്ന് വെറുതെ വിടാൻ പറയണേ. എന്റെ തങ്കി ടീച്ചറെ, നിങ്ങൾ പ്രത്യേകം പറയില്ലേ പ്ലീസ്. നീ എത്ര വേണേലും എന്നെ കളിയാക്കിക്കോ, പക്ഷേ ഒരു കൊച്ചു കുട്ടിയോടാ നീ ഇതൊക്കെ കാണിച്ചു കൂട്ടുന്നതെന്ന് ഒന്ന് ഓർക്കുക തന്നെ വേണം. സാരമില്ല തങ്കി ടീച്ചറെ, ഞാനിതൊക്കെ ചെയ്തോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്താ ചെറിയമ്മേ? നിന്നോടാരെങ്കിലും അവരെ സമാധാനിപ്പിക്കാൻ പറഞ്ഞോ? ഓ, അവളുടെ ഒരു തങ്കി ടീച്ചർ. എന്റെ കാല് നേരെ അവന്റെ ഒഴിഞ്ഞതാ. എനിക്ക് നല്ല വേദനയുണ്ട് എന്റെ കാല് ഇങ്ങനെ തൂക്കിയിട്ടിട്ട്. ചെറിയമ്മേ, ചെറിയമ്മ കാല് സീറ്റിലേക്ക് നികർത്തി വെച്ചടാ. അവിടെ ചെറിയമ്മ മാത്രമേ ഉള്ളൂ. ഞാനിവിടെ താഴെയല്ലേ ഇരിക്കുന്നേ. ഇന്ന് നീ അനുസരണശീലം പഠിപ്പിക്കുന്നോ? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള പോലെ കാല് വെക്കും. മര്യാദക്ക് എന്റെ കാല് തടവി തരാൻ പറഞ്ഞ അതൊന്ന് ചെയ്തേക്കണം. ഞാൻ തടവി തന്നോളാം. മണിക്കുട്ടി, നമുക്ക് തുടങ്ങിയാലോ? അതിന് നിന്റെ മമ്മിയുടെ കാല് തടവല് കഴിഞ്ഞിട്ട് വേണ്ടേ? അവള് മമ്മിയുടെ കാലും പിടിച്ച് വെറുതെ ഇരിക്ക. നമുക്ക് നമ്മുടെ ജോലി തുടങ്ങാം. തുടങ്ങാം. ആന്റി, എന്താ മോളോ? ആന്റി, ഞങ്ങൾക്ക് ടോയ്ലറ്റ് പോണം. ആ, മക്കള് പോയി വാ. മമ്മി, ഞങ്ങൾക്ക് ഒറ്റക്ക് പോവാനേ ചെറിയൊരു ഭയം. ഓ, അതൊന്നും പേടിക്കണ്ട മക്കളെ. അല്ലേ വേണ്ട, ഈ പിശാചിനെ കൂടി കൊണ്ടുപോയിക്കോ. ഇത് വെറുതെ എന്റെ കാലിൽ തൂങ്ങിക്കൊണ്ട് നിൽക്കുക. ഒന്ന് നേരെ അവനെ ഒഴിഞ്ഞു തരാനും പറ്റത്തില്ല. എടി കഴുതേ,